ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും നമ്മുടെ നൂറയും കൂടെ ഒളിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവർ ഡ്രസ്സിങ് റൂമിൽ പോവുകയാണ്. കറക്റ്റ് സമയത്ത് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഡ്രസ്സിങ് റൂം എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ശ്രദ്ധിക്കുക, ആർക്കും ഉറങ്ങാനോ അല്ലെങ്കിൽ അവിടെ രഹസ്യങ്ങൾ പറയാനോ ഉള്ളതല്ല, ഡ്രസ്സ് മാറാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോഴേക്കും നമ്മുടെ ആര്യനും അതേപോലെ തന്നെ ആദിലയും കൂടെ ഓടി വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇവർ രണ്ടുപേരാണ് ഉള്ളത്. സാബുച്ചേട്ടൻ്റെ പെട്ടി അടിച്ച് മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് അനുമോൾ പറയണ്ടേ ഞങ്ങളൊന്നുമല്ല, ഞങ്ങളല്ല. ലക്ഷ്മി ഉടനെ വിളിച്ച് പറയുന്നുണ്ട് അനുമോൾ നൂറയാണതെന്ന്. അപ്പോഴേക്കും ആര്യം പിടിച്ച് വലിക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്, നിങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നൊക്കെ ആദില പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇവിടെ വന്ന് കടന്നുറങ്ങാൻ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങോട്ട് വാടി, നീയല്ല ഇവിടെ പോയി ഉറങ്ങാൻ നിന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആര്യൻ അനുമോളെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്നെ വിട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ പോയിട്ടൊന്നുമില്ല, ഇവിടെ വെള്ളമുണ്ട്, വെള്ളം തുടയ്ക്കാൻ വന്നാൽ നെവിൻ കുളിച്ചിട്ട് പോയിട്ട് ഇവിടെ ഫുള്ള് ഡ്രസ്സിങ് റൂമിൽ വെള്ളമായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് തുടയ്ക്കാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആദിൽ അനുമോൾ അടിക്കുന്നുണ്ട്. നീ നുണ പറയുന്നതാണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉറങ്ങാൻ പോയത് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെ കൂട്ടാതെ ഉറങ്ങാൻ പോയതാണ് നിങ്ങൾ രണ്ടുപേരും. നൂറ് അവിടെ നിന്ന് വന്നപ്പോഴേ എനിക്ക് തോന്നിയതാണ്, നീ ക്യാപ്റ്റനായിട്ട് നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. രാവിലെ എന്നോട് നീ എന്തൊക്കെയാണ് പറഞ്ഞ എല്ലാ ജോലികളും ചെയ്യും, ഇവിടെ ഉറങ്ങൂല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇവിടെ കിടന്നിട്ട് ഉറങ്ങിയിട്ട് ബിഗ് ബോസിനെയും കൊണ്ട് പറയിപ്പിച്ചത്. ഈ ബിഗ് ബോസിന് എന്തിൻ്റെതാണ്, ബിഗ് ബോസിന് കുറച്ച് നേരം പോയി വല്ലയിടത്തും കിടന്ന് ഉറങ്ങിക്കൂടെ എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. ബിഗ് ബോസിന് കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട് അനുമോൾ.